നമസ്കാരം, ടെക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സെപ്റ്റംബർ മാസം PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്കും 10th പ്രിലിംസിനെ എല്ലാം സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. PSC ബുള്ളറ്റിൻ്റെ സെപ്റ്റംബർ 1ാം ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമകാലിക ആസ്പദമാക്കിയിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ, സംസ്ഥാനത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറിയായി നിയമിതയാവാൻ പോകുന്നത് ശാരദാ മുരളീധരനാണ്. അടുത്തത്, മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചത്. റോക്കറ്റിൻ്റെ പേരാണ് മിഷൻ റൂമി 2024. അടുത്തത്, UEFA സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ ആര്യാന സബ്ലെങ്കയും ജേതാക്കൾ. അപ്പോൾ UEFA സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡാണ് കിരീടം നേടിയത്. അതുപോലെ സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ ആര്യാന സബ്ലെങ്കയും ജേതാക്കൾ. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. പോൾ ബോട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻ ഡുപ്ലാന്റിസ്. സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പോൾ ബോട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻ ഡുപ്ലാന്റിസ്. സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ICCയുടെ പുതിയ അധ്യക്ഷനായിട്ട് ഇന്ത്യയുടെ ജയ്ഷയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇടം നേടി. വനിതാ 2020 മത്സരം ആദ്യം ബംഗ്ലാദേശിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. അത് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നം കാരണം UAEയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആ ടീമിലേക്കുള്ള മലയാളി താരങ്ങളാണ് സജന സജീവനും ആശാ ശോഭനയും. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് പാരീസിൽ തുടങ്ങി. അടുത്തത്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. അടുത്തത്, സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19ാം തീയതിയാണ് ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഏത് ദിവസമാണ് ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായതെന്ന് ചോദിക്കാം. അത് ഓഗസ്റ്റ് 19, 2024 ഓഗസ്റ്റ് 19ാം തീയതിയാണ് ദൃശ്യമായത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയില വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയില വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈടെക് ബംഗളൂരുവിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈടെക് ബംഗളൂരുവിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. അടുത്തത്, മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശി PT സുഷമയ്ക്കും ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്കുമാണ് ലഭിച്ചത്. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കൃഷി വകുപ്പിന്റെ മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന് ലഭിച്ചു. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ സീൻ എന്ന നോവൽ അർഹമായി. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിനാണ് ഹരിത സാവിത്രിയുടെ സീൻ എന്ന നോവൽ അർഹമായത്. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പോളോ ക്രാസ്നർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 ആണ് ലഭിക്കുക. മലയാളി ചിത്രകാരനായ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പോളോ ക്രാസ്നർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ലഭിച്ചു. $20,000 ആണ് ലഭിക്കുക. ഏകദേശം ഇന്ത്യൻ മണി 17 ലക്ഷം രൂപ വരും. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്ക്. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
അടുത്തത് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും. ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഫുമിയോ കിഷിഡ അടുത്ത മാസം സ്ഥാനമൊഴിയും. തായ്ലൻഡിൽ പ്രധാനമന്ത്രി ശ്രീത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. പിക്തോങ്താൻ ഷിനാവത്രിയാണ് പുതിയ തായ്ലാൻഡ് പ്രധാനമന്ത്രി. തായ്ലാൻഡിലെ പ്രധാനമന്ത്രിയായ ശ്രീത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കിയിട്ട് ഇപ്പോൾ പിക്തോങ്താൻ ഷിനാവത്രിയാണ് പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3ാം വിക്ഷേപണവും വിജയം. അടുത്തത് ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും ലഭിച്ചു. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും ലഭിച്ചു. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തത് രാഹുൽ നവീൻ ആണ് അടുത്ത ED ഡയറക്ടർ. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. EDയുടെ പുതിയ ഡയറക്ടറായി രാഹുൽ നവീൻ ചുമതലയേറ്റു. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകി. SBIയുടെ പുതിയ ചെയർമാനായി DS സെട്ടി ചുമതലയേറ്റു. അപ്പോൾ SBIയുടെ പുതിയ ചെയർമാൻ DS സെട്ടിയാണ്. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് മോദി. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്യ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം അതിന്റെ ഭാഗമായുള്ള ആളില്യ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിലാണ് ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തെത്തിയത്. അടുത്തത് കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മെറേറ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രന്യാസ് മെറേറ അന്തരിച്ചു. ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. കരസേന മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു. സെപ്റ്റംബർ 2ാം വാക്യത്തെ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആനുകാലിക വിവരങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇന്ത്യയുടെ 2ാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിക്കാദ് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ 2ാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിക്കാദ് വിശാഖപട്ടണത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ ചെയ്തത്. അടുത്തത് സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ബഹിരാകാശത്ത് നിർത്തി ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി. ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം മോഹൻലാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഹോക്കി താരം PR ശ്രീജേഷിന് ദേശീയ കായികവേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ലഭിച്ചു. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയായി തൃശൂർ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹോക്കി താരം PR ശ്രീജേഷിന് ദേശീയ കായികവേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം. ദേശീയ കായികവേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം ലഭിച്ചത് ഹോക്കി താരമായ PR ശ്രീജേഷിനാണ്. അടുത്തത് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ശാന്തിപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം T പത്മനാഭന്. 1 ലക്ഷം രൂപയും ശില്പവും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരമാണ് T പത്മനാഭന് ലഭിച്ചത്.
പാരാലിമ്പിക്സിലെ ആദ്യ സ്വർണം നെതർലാൻഡ്സിന്റെ കരോളിൻ ഗ്രൂട്ടിന്. വനിതാ സൈക്ലിംഗ് ടൈം ട്രയൽ ഇനത്തിലാണ് കരോളിൻ ഛേത്രിയായത്. പാരാലിമ്പിക്സിൽ 94 സ്വർണവും 76 വെള്ളിയും 50 വെങ്കലവും ഉൾപ്പെടെ 220 മെഡലുകളുമായി ചൈന ഒന്നാം സ്ഥാനവും, 49 സ്വർണവും 44 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ 124 മെഡലുകളുമായി ബ്രിട്ടൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളുമായി ഇന്ത്യ 18ാം സ്ഥാനം കരസ്ഥമാക്കി. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമാണ് ഇന്ത്യക്ക് പാരാലിമ്പിക്സിൽ ലഭിച്ചിരിക്കുന്നത്. 18ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ പാരാലിമ്പിക്സിൽ 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനം ബ്രിട്ടനുമാണ്. ഇന്ത്യക്ക് 18ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ഫുട്ബോൾ കരിയറിൽ 900 ഗോൾ തികച്ച് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ. 900 ഗോളാണ് പോർച്ചുഗലിന്റെ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ ഫുട്ബോളിൽ നേടിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് ജോ റൂട്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ടിനായി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയതിന്റെ റെക്കോർഡ് ജോ റൂട്ട് സ്വന്തമാക്കി. 34 സെഞ്ചുറികളാണ് ജോ റൂട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 2020 ക്രിക്കറ്റിലെ മുൻ ലോക 1ാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2020 ക്രിക്കറ്റിലെ മുൻ ലോക 1ാം റാങ്കുകാരനായ ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇംഗ്ലീഷ് ബാറ്റർ ഒലി പോപ്പ് 147 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ 7 സെഞ്ചുറികൾ 7 എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു. ഇംഗ്ലീഷ് ബാറ്റർ ഒലി പോപ്പ് 147 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യത്തെ 7 സെഞ്ചുറികൾ 7 എതിരാളികൾക്കെതിരെ നേടി റെക്കോർഡിട്ടു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഓൾറൗണ്ടറായ മോയിൻ അലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജേതാക്കൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തും. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ സിറിയ ചാമ്പ്യന്മാർ. യുറുഗ്വായ് സൂപ്പർ താരം ലൂയിസ് സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. യുറുഗ്വായ് സൂപ്പർ താരം ലൂയിസ് സുവാരസ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. US ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അരിയാന സബലെങ്കയ്ക്ക്. US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ലോക 1ാം നമ്പറും 1ാം സീഡുമായ യാനിക് സിന്നറിന്. ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അരിയാന സബലെങ്കയും പുരുഷ താരം യാനിക് സിന്നറും. ദീർഘദൂര കുതിരയോട്ടത്തിൽ റെക്കോർഡിട്ട മലയാളിയായ നിത അഞ്ജു. വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡന്റായി ചുമതലയേറ്റു. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി K രാജലക്ഷ്മി മേനോൻ ചുമതലയേറ്റു. വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡന്റായി ചുമതലയേറ്റു. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി എയ്റോ ക്ലസ്റ്ററായി K രാജലക്ഷ്മി മേനോൻ ചുമതലയേറ്റു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേൽക്കും. രൺധീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മിഷേൽ ബാർണിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമിതനായി. മിഷേൽ ബാർണിയെയാണ് ഫ്രഞ്ചിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യ 9ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം $70,000 കോടി അടുക്കുന്നു. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യ 9ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം $70,000 കോടി അടുക്കുന്നു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി 11.6 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി 11.6 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഈ വർഷത്തെ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സിംഗപ്പൂർ ദ്വിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സിംഗപ്പൂർ ദ്വിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി ന്യൂഡൽഹിയിലെത്തി. അബുദാബി കിരീടാവകാശിയായ ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനായി ഡൽഹിയിലെത്തി. മലയാളിയായ ജിൻസൺ ആൻഡ്രൂ ചാൾസ് ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിലാണ് മലയാളിയായ ജിൻസൺ ആൻഡ്രൂ ചാൾസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് ആദ്യമായാണ്. 12 ദിവസത്തെ ഏഷ്യ പസഫിക് സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തി. 12 ദിവസത്തെ ഏഷ്യ പസഫിക് സന്ദർശനത്തിനായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത്. CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 32 വർഷമായി പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും.
ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായ AG നൂറാനി മുംബൈയിൽ അന്തരിച്ചു. പിന്നണി ഗായിക AP കോമള ചെന്നൈയിൽ അന്തരിച്ചു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സേബർ വിമാനം വെടിവെച്ചിട്ടതിന് വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷൽ ഡെൻസിൽ കീലോർ അന്തരിച്ചു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സേബർ വിമാനം വെടിവെച്ചിട്ടതിന് വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ച എയർ മാർഷൽ ഡെൻസിൽ കീലോർ അന്തരിച്ചു. അപ്പോൾ ഇത്രയും ആനുകാലിക വിഷയങ്ങളാണ് സെപ്റ്റംബർ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്